ഗോഡ്സില്ലയ്ക്ക് ഒരച്ഛനുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അതെ, ഗോഡ്സില്ലയ്ക്കും ഒരച്ഛനുണ്ടായിരുന്നു. ഡെയ്ഗൺ എന്നായിരുന്നു പുള്ളിയുടെ പേര്. 1000 വർഷങ്ങൾക്ക് മുന്നേ പ്രൈം മ്യൂട്ടോയുമായിട്ടുള്ള യുദ്ധത്തിലാണ് ഗോഡ്സില്ലയുടെ അച്ഛന് ജീവൻ നഷ്ടമായത്. ഗോഡ്സില്ല സിനിമയിൽ കാണിക്കുന്ന ഈ അസ്ഥികൂടം ഡെയ്ഗണിന്റേതാണ്. സോ ഇതിന്റെ റിവെഞ്ചായിട്ടാണ് ഗോഡ്സില്ല മ്യൂട്ടോയെ കൊന്നത്. ഗോഡ്സില്ലയെയും കോങ്ങിനെയും ഇല്ലാതെയാക്കാൻ ഭൂമിക്ക് പുറത്തുനിന്ന് പുതിയ വില്ലൻ വരികയാണ്. അതെ, ഗോഡ്സില്ല വേഴ്സസ് കോങ് സൂപ്പർനോവ എന്ന പുതിയ ചിത്രത്തിൽ വില്ലനായിട്ട് വരുന്നത് സ്പേസ് ഗോഡ്സില്ലയാണ്. ഗോഡ്സില്ലയുടെ ഇരട്ടി വലിപ്പമുള്ള സ്പേസ് ഗോഡ്സില്ലയ്ക്ക് ഗ്രാവിറ്റിയെ വരെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ട്. ഇത് മാത്രമല്ല, ഗോഡ്സില്ലയ്ക്ക് അറ്റോമിക് ബ്രത്ത് ആണെങ്കിൽ സ്പേസ് ഗോഡ്സില്ലയ്ക്ക് കൊറോണ ബീമാണ് മെയിൻ വെപ്പൺ. സോ ഇത്തവണ ഗോഡ്സില്ലയും കോങ്ങും നന്നായിട്ട് വിയർക്കും. കൂട്ടത്തിൽ ഒരാൾ പടമാകാൻ വരെ സാധ്യതയുണ്ട്. എന്നാലും ഗോഡ്സില്ല കോങ്ങിനെ കൊല്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? ഗോഡ്സില്ല ഏതൊക്കെ ടൈറ്റനുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരെയും നൈസായിട്ട് തട്ടിയിട്ടുണ്ട്. എന്നാൽ ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിന്റെ ക്ലൈമാക്സ് ഫൈറ്റിൽ കോങ്ങിനെ ഗോഡ്സില്ല തോൽപ്പിച്ചിട്ടും കൊല്ലാതെ വെറുതെ വിട്ടു. പക്ഷെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, കോങ് തോറ്റിട്ടും അവസാന നിമിഷം വരെ നെഞ്ചും വിരിച്ചാണ് നിന്നത്. കോങ്ങിന്റെ ഈ ഒരു നെവർ ഗീവ് അപ്പ് ആറ്റിറ്റ്യൂഡ് ഗോഡ്സില്ല റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഭൂമിയുടെ ബാലൻസ് നശിപ്പിക്കുമെന്ന് ഉറപ്പുള്ള ടൈറ്റൻസിനെ മാത്രമേ ഗോഡ്സില്ല കൊല്ലുകയുള്ളൂ. സോ കോങ്ങിനെ കൊണ്ട് ശരിക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതുകൊണ്ടാണ് ഗോഡ്സില്ല കോങ്ങിനെ കൊല്ലാതെ വിടുന്നത്. ഗോഡ്സില്ല എക്സ് കോങ്ങിലെ ഈ സീൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ സ്കെലിട്ടൺ ശരിക്കും ആരുടേതാണ്? ഇതിന്റെ സൈസ് കണ്ട് നമ്മൾ അന്നേ സർപ്രൈസ് ആയതാണ്. ഇതിന്റെ തലയൊട്ടിക്ക് പോലും കോങ്ങിന്റെ 10 ഇരട്ടി വലിപ്പമുണ്ട്. മൊത്തത്തിലുള്ള നീളം തന്നെ ബുർജ് ഖലീഫയുടെ 7 ഇരട്ടിയുണ്ട്. ബാക്കിയുള്ള ടൈറ്റൻസ് ഒക്കെ ഇതിന്റെ മുന്നിൽ വെറും ഉറുമ്പിനെ പോലാണ്. ചില ഫാൻ തിയറികൾ പറയുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഹോളോ എർത്തിൽ താമസിച്ചിരുന്ന ഒരു ഗോഡ് ലൈക്ക് ക്രീച്ചറിന്റെ അസ്ഥികൂടമാണ് ഇതെന്നാണ്. പക്ഷെ എങ്ങനെയാണ് ഇത് മരണപ്പെട്ടതെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ഒരു പക്ഷേ വംശനാശം വന്നതോ യുദ്ധത്തിൽ മരണപ്പെട്ടതോ ആകാം. സോ ഇത് ഇപ്പൊ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഗോഡ്സില്ലയും കോങ്ങിനെയൊക്കെ കുറുക്കുറെ തിന്നുന്ന പോലെ തിന്നേനെ. ഗോഡ്സില്ല വേഴ്സസ് കോങ് സൂപ്പർനോവയിൽ സ്പേസ് ഗോഡ്സില്ലയാണ് വില്ലൻ എന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ സ്പേസ് ഗോഡ്സില്ലയെ നേരിടാൻ വേണ്ടിയിട്ട് കോങ്ങും ഗോഡ്സില്ലയും ഏതൊക്കെ അപ്ഡേറ്റ്സ് ആകും വരുത്തിയിട്ടുണ്ടാകുക? കോങ്ങിന് ഓൾറെഡി ഒരു ഹാൻഡ് ഗ്ലൗവ് ഹ്യൂമൻസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാൽ സൂപ്പർനോവയിലേക്ക് വരുമ്പോൾ ഫുൾ ബോഡി കവർ ചെയ്യുന്ന ഒരു പടച്ചട്ട തന്നെ മൊണാർക്ക് കോങ്ങിന് കൊടുത്തിട്ടുണ്ട്. സോ കോങ് ഇനി മുതൽ അയൺ കോങ് ആണ്. ഇനി ഗോഡ്സില്ലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫിൻസിന്റെ കളറ് നീല മാറി പിങ്ക് മാറി ഇനി പച്ചയാവുമെന്നാണ് ഫാൻസ് പറയുന്നത്.